അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ഫിത്തനുൽ ഖുലൂബ് അല്ലെങ്കിൽ ഹൃദയത്തിന് വരുന്ന മാരകമായ വിശേഷണങ്ങൾ ഇബാദത്തിനെ തൊട്ട് തടയുന്ന കാര്യങ്ങളാണ്. അത് 4 കൊണ്ട് നമ്മൾ പറഞ്ഞു. അമല് അല്ലെങ്കിൽ തൂലുൽ അമല്, അതേപോലെ തന്നെ ഹസദ്, ഇസ്തിഅജാല്, കിബ്ർ. ഇതിൽ നമ്മൾ ഇസ്തിജാലടക്കം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കിബ്റിനെ കുറിച്ചിട്ടാണ്. കാര്യമായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറഞ്ഞത് ഹൃദയത്തിനെ എങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളുടെ താരീഫ് എന്താണ്, എന്താണ് കിബിർ എന്നോ, എന്താണ് ഹസദ് എന്നോ, ഇസ്തിജാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, അല്ലെങ്കിൽ തൂലുൽ അമൽ എന്താണെന്നോ പറഞ്ഞിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് വരാൻ പോകുന്നതാണ്. അതിൻ്റെ ഹദ് താരീഫൊക്കെ പിന്നീട് വരാൻ പോകുന്നതാണ്. ഇത് എങ്ങനെയാണ് ഇബാദത്തിനെ ബുദ്ധിമുട്ടാക്കുന്നത് എന്നാണ് ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇതെങ്ങനെയാണ് ഇബാദത്തിനെ ബുദ്ധിമുട്ടാക്കുന്നത്. കാരണം ഇതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ച് നിർത്തണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അത് എന്താണെന്ന് ആദ്യം അറിയണമല്ലോ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന് ശേഷം നമ്മൾ പറയും. ഏതായാലും കിബിറിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തണം ഹൃദയത്തെ എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പറയാൻ പോകുന്നത്, ഈ 4 കാര്യങ്ങളിൽ നിന്ന്. അതിനുശേഷമാണ് അതിൻ്റെ ഹദ്ദും താരിഫൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കിബിറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ആകപ്പാടെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ കാര്യമാണ് കിബിർ എന്ന് നമുക്ക് പറയാം. അല്ലെ, ആകപ്പാടെ നശിപ്പിച്ച് കളയുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാലങ്ങളോളം ആരാധിച്ച ഇബ്ലീസ് പോലും നാശത്തിലേക്ക് വിധേയനാക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാരണത്താലാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് അഹങ്കരിച്ചു, സുജൂദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവനിഷേധിയായിട്ട് അവൻ മാറുകയും ചെയ്തു എന്നർത്ഥം. ഈ കിബ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ അല്ല കിബ്ർ നമ്മൾ കരുതേണ്ടത്. നമ്മുടെ ഇബാദത്തിൽ ന്യൂനത ഉണ്ടാക്കുന്ന അല്ലറ ചില്ല കാര്യങ്ങൾ അതേപോലെയല്ല ഇത്. മാത്രവുമല്ല ഫർഈയായ വിഷയത്തിൽ മാത്രമാണ്, അടിസ്ഥാനപരമായിട്ട് നമുക്കൊന്നും ബുദ്ധിമുട്ടാക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാക്കുന്ന ചെറിയൊരു കാര്യമാണ് ഇത് എന്നാരും കിബ്റിനെ ധരിക്കണ്ട. അങ്ങനെയല്ല ഇത്. കിബ്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അസുല് തന്നെ കുളം തോണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല നമ്മുടെ അമലിലല്ല, ആരാധനയിലല്ല ഇതിന് പ്രശ്നമുണ്ടാക്കുന്നത്. കിബ്ർ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ദീനീ വിഷയങ്ങളിലും കിബ്ർ നന്നായിട്ട് ന്യൂനതകൾ വരുത്തുന്നുണ്ട് എന്നർത്ഥം. കാരണം കിബ്റൊക്കെ വർദ്ധിച്ചു വന്നാൽ പിന്നീട് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നു, ന്യൂനത വരുത്തുന്നു പറയാൻ കാരണം കിബ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇബ്ലീസിൻ്റെ വഴിയിലേക്ക് നീങ്ങേണ്ടി വരും. അത് ദീനി വിഷയത്തിൽ ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് കിബ്ർ ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ അതൊരു ഭയങ്കരമായ ഗുരുതരമായ പ്രശ്നമായിട്ട് മാറി നമ്മുടെ ദീനിനെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഏതായാലും ഒരു നിലക്കും വീണ്ടെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് കിബ്ർ ഉണ്ടാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെയും കാത്തിരക്ഷിക്കട്ടെ എന്നാണ്. ഇനി ഇത് കിബ്റിങ്ങനെ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം, കിബ്ർ ഉള്ള ഒരു വ്യക്തിക്ക് 4 പ്രധാനപ്പെട്ട ആഫത്തുകളാണ്, പ്രതിസന്ധികളാണ് ഉണ്ടാകുന്നത്. 4 ദീനി വിഷയത്തിൽ 4 പ്രധാനപ്പെട്ട, ഏറ്റവും ചുരുങ്ങിയത് 4 പ്രധാനപ്പെട്ട ആഫത്തുകളുണ്ട്. ഒന്നാമത്തത് ഹിർമാനുൽ ഹഖ്, സത്യം നിഷേധിക്കാൻ നിർബന്ധിതനാകും. കിബറുള്ള ആൾക്കാർ സത്യം നിഷേധിക്കാൻ നിർബന്ധിതനാകും. മാത്രവുമല്ല അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആലോചിക്കുന്നത് തൽക്കാലം അവൻ്റെ കിബ്ർ അനുവദിക്കില്ല. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് ആലോചിക്കാൻ അവൻ്റെ കിബ്ർ സമ്മതിക്കൂല. ഒരുപാട് മാരിഫത്ത് മനസ്സിലാക്കാൻ, അഹ്കാം മനസ്സിലാക്കാനൊന്നും അവൻ്റെ കിബ്ർ സമ്മതിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സാസ്രിഫൻ ആയാതില്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഭൂമുഖത്ത് അഹങ്കരിച്ച് നടക്കുന്ന ആൾക്കാർ ബിഗൈരിൽ ഹഖ്, ഒരു ആവശ്യമില്ല. ചിലപ്പോൾ അത്തക്കബ്ബറിൻ മുത്തക്കബ്ബീർ എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ ഒരു ആവശ്യം ഘട്ടത്തിൽ ചിലപ്പോൾ കിബ്ർ നടിക്കേണ്ടി വരും. ആവശ്യമേതുമില്ലാതെ ഭൂമുഖത്ത് സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് കിബ്ർ നടിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ആയത്ത് മനസ്സിലാക്കാനുള്ള ഒരു പഴുതും ഞാൻ അനുവദിക്കുകയില്ല. സാസ്രിഫ്, ഞാൻ മാറ്റിക്കളയും എന്നർത്ഥം. കദാലിക യത്ബഅ അല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. കദാലിക യത്ബഅ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വബഅ യത്ബഅ.
ഇങ്ങനെ സീല് വെക്കും. അല കുല്ല് കൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ, ധിക്കാരിയായ പരമാധികാരിയായ എല്ലാ അഹങ്കാരികളുടെ ഹൃദയത്തിന്റെ മേൽ സീല് വെക്കും. ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൂട്ടായിരിക്കും ആ പൂട്ട്, സീലായിരിക്കും ആ സീൽ. അപ്പൊ ഇങ്ങനെ സത്യം മനസ്സിലാക്കാനുള്ള പഴുത് നഷ്ടപ്പെടും എന്നർത്ഥം. ഇതാണ് കിബ്ർ കൊണ്ടുള്ള ഒന്നാമത്തെ ബുദ്ധിമുട്ട്. രണ്ടാമത്തത് അൽ മഖ്തുൽ ബഗ്ളു മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കോപവും ഇത് നമുക്ക് ക്ഷണിച്ചു വരുത്തുന്ന അർത്ഥം. എങ്ങനെയാണ്? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അള്ളാഹു കിബ്ർ അടിക്കുന്ന ആൾക്കാരെ തീർത്തും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അള്ളാഹു കിബ്ർ നടിക്കുന്ന ആൾക്കാരെ തീർത്തും ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്. എന്താണ് ചരിത്രം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു ഒരു ദിവസം, പടച്ച റബ്ബ്, നിന്റെ സൃഷ്ടികൾ നിനക്ക് ഏറ്റവും ദേഷ്യമുള്ളത് ആരോടാണെന്ന് വെച്ചു. നിനക്ക് ഏറ്റവും ദേഷ്യമുള്ളത് ആരോടാന്ന് വെച്ചു. നിനക്ക് ഏറ്റവും ദേഷ്യമുള്ളത് ആരോടാന്ന് വെച്ചു. ഇപ്പോൾ അള്ളാഹു പറഞ്ഞു, മൻ തകബ്ബറ ഖൽബുഹു വഗലള ലിസാനുഹു വസഫഖ ഐനഹു വബഖലത് യദഹു വസാഖുലുഹു. മൻ തകബ്ബറ ഖൽബു, ഹൃദയത്തിൽ കിബറുള്ള ആള്, അതേപോലെ തന്നെ വഗലള ലിസാനു, സംസാരത്തിൽ പരുക്കാൻ, ഒരു മയമില്ലാതെ സംസാരിക്കുന്ന ആള്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന ആള്, നല്ല കാര്യങ്ങളൊക്കെ കാണാതെ കണ്ണടച്ച് കളയുന്ന ആള്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളൊന്നും ചെയ്യാതെ പിശുക്ക് നടത്തുന്ന ആള്, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഭയങ്കരമായിട്ടുള്ള മോശം സ്വഭാവമുള്ള ആള്, ഈ ആൾക്കാരെയാണ് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇതുമായിട്ട് ബന്ധം, മൻ തകബ്ബറ ഖൽബു, ഹൃദയത്തിൽ കിബറുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ ഹിർമാൻ ലഖ്, രണ്ടാമത്തത് അൽ മഖ്തുൽ ഖൽബ് അൽ ബഗ്ളു മിനല്ലാഹ്. മൂന്നാമത്തത് അൽ ഖിസ്യു വന്നകാല ഫിദ്ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലും അപഹാസ്യനായിട്ട്, പരിഹാസ്യനായിട്ട്, നിന്ദ്യനായിട്ട് മാറിക്കളയും. എന്താണ് നിന്ദ്യത? അവനക്കുണ്ടാകും. ഹാത്തിമുൽ അസ്ലം റഹിമഹുല്ലാഹ് പറയാണ്, ഇജ്തനബ്തുൽ മൗത അലാ സലാസത്തിൻ, ഞാനോ മരണം വരണ്ടെന്ന് മൂന്നവസ്ഥയിലായിരിക്കും മരണം വരണ്ടെന്ന് തീരുമാനിച്ച ആളാണ്. മൂന്നവസ്ഥയിലായിരിക്കും മരണം വരണ്ടെന്ന് തീരുമാനിച്ച ആളാണ്. മൂന്നവസ്ഥയിലായിരിക്കെ മരണം വരണ്ടെന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. ഒന്നാമത്തെ അവസ്ഥ അലൽ കിബിരി, അഹങ്കാരമുള്ള സമയത്ത് മരണം വരാൻ പാടില്ല. അഹങ്കാരമുള്ള സമയത്ത് മരണം വരാൻ പാടില്ല. വൽ ഹിർസി, അമിതമായ ആഗ്രഹമുള്ള സമയത്ത്. വൽ ഹുയലായി, ഹുയലാകുന്ന സമയത്തും മരണം വരണ്ടെന്ന് തീരുമാനിച്ച ആളാണ്. അഹന്തയുള്ളവനായിരിക്കുക എന്നർത്ഥം. കാരണം മുത്തക്കബിറിനെ സംബന്ധിച്ചിടത്തോളം മരണസമയത്ത് മുക്കത്ത് കിബിറുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു നിലക്ക്, അല്ലെങ്കിൽ കിബിറുള്ള ആൾക്കാർക്കാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് കുടുംബക്കാരിൽ, തൻ്റെ അടുത്ത കുടുംബക്കാരിൽ നിന്ന്, അതേപോലെ തന്നെ തൻ്റെ ഭൃത്യന്മാരിൽ നിന്നൊക്കെ നിന്ദ്യത അള്ളാഹു ഇയാൾക്ക് ഇട്ടുകൊടുക്കും. എങ്ങനെയെങ്കിലായിട്ട് അവരൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അമിതമായിട്ട് അത്യാഗ്രഹിയാണ് എങ്കിൽ ദുനിയാവിൽ നിന്ന് വേർപ്പെടുന്ന സമയത്ത് ഒരു റൊട്ടി കഷ്ണം, അല്ലെങ്കിൽ ഒരു പാനീയമോ, അതിലേക്ക് അത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യം അയാൾക്ക് അള്ളാഹു കൊടുക്കും. അതുവരെ കിട്ടാത്ത രീതിയിൽ, ഒരു റൊട്ടി കഷ്ണം പോലും കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥ അള്ളാഹു അയാൾക്ക് ഉണ്ടാക്കും. ഇനി അഹന്തയുള്ള ആളാണെങ്കിൽ, ഭയങ്കരമായിട്ട് മേനി നടിക്കുന്ന ആളാണെങ്കിൽ, ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോൾ മുഴുവനും മാലിന്യത്താൽ അള്ളാഹു ഇയാളെ പൊതിയും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രസ്സിങ് ഒക്കെ നടന്ന ആൾക്കാർ ഒടുവിൽ ഒന്നിനും പറ്റാതെ പായയിലെയും അതേപോലെ തന്നെ കടക്കയിലൊക്കെ മൂത്രയിക്കുന്ന, കാഷ്ടിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടായിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മൻ തകബ്ബറ ബിഗൈരി ഹഖ്ൻ ഔറസല്ലാഹു തആല ദുല്ലൻ ബിഹഖ്ൻ, അനാവശ്യമായിട്ട് ആരെങ്കിലും കിബിർ നടിച്ചാൽ നിർബന്ധമായിട്ട് അള്ളാഹു അയാൾക്ക് ദുല്ലുണ്ടാക്കും, നിന്ദ്യത ഉണ്ടാക്കി കൊടുക്കുന്നു പഴയ കാലത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ബുദ്ധിമുട്ട്, കിബ്റുണ്ടായാലും ബുദ്ധിമുട്ട്, അൽ ഖിസ്യു വന്നകാൽ. നാലാമത്തത് അന്നാർ വൽ അദാബ് ഫിൽ ഉഖ്ബ, ആഖിറത്തിൽ നരകം ഉണ്ടാവും, ശക്തമായ ശിക്ഷയും ഏതിനുണ്ട്? കിബ്റിനുണ്ട് എന്നർത്ഥം. ഒരു ഖുദ്സിയ ഹദീസിൽ പറയുന്നുണ്ട്, അൽ കിബ്റു റിദായി വൽ അളമത്തു ഇസാരി. അൽ കിബ്റു റിദായി വൽ അളമത്തു ഇസാരി, കിബ്ർ എന്നുള്ളത് എൻ്റെ വസ്ത്രമാണ്, എൻ്റെ മേൽ വസ്ത്രമാണ്,
അലമത്ത് എന്ന് പറഞ്ഞാൽ പ്രതാപം എന്നുള്ളത് എൻ്റെ തുണിയുമാണ്. അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിലും ആരും എന്നോട് തർക്കിക്കാൻ വേണ്ട, അത് എൻ്റേത് മാത്രമാണ്. കിബിരും അലമത്തും ആരും എടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ ആരെങ്കിലും തർക്കിച്ചാൽ അത് ഹൽത്തുഹൂനാർ ജഹന്നം, നരകാഗ്നിയായിരിക്കും അയാളെ പിന്നീട് കാത്തിരിക്കുക എന്നാണ് അർത്ഥം. നരകാഗ്നിയായിരിക്കും എന്നാണ് കാത്തിരിക്കുക എന്നർത്ഥം. എന്ന് വെച്ചാൽ അലമത്തു കിബിർ എന്നൊക്കെയും അള്ളാഹിന് മാത്രമുള്ളതാണ്. അള്ളാഹുനല്ലാതെ വേറെ ഒരാൾക്ക് അള്ളമത്ത് കിബിർ പറ്റൂല. ഒരു മനുഷ്യന്റെ വസ്ത്രം ഒരു മനുഷ്യന്റെ മേലെങ്കിൽ അയാൾക്ക് മാത്രമുള്ളതല്ല, അത് ഷെയർ ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ കിബിർ നമ്മളൊക്കെ 4 കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ് കാര്യം പറഞ്ഞത്? സത്യം മനസ്സിലാക്കാനുള്ള അവസരം ഇല്ലാതാക്കി കളയും. അള്ളാഹുവിന്റെ ആയത്ത് അഹ്കാമും മനസ്സിലാക്കാനുള്ള അവസരം ഇല്ലാതാക്കി കളയും. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് ദേഷ്യമുണ്ടാക്കും. ദുനിയാവില് നിന്ദ്യത നമുക്കുണ്ടാക്കി തരും. ആഖിറത്തിൽ നരകവും ശിക്ഷയും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കാര്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തെ അവഗണിക്കുക എന്നുള്ളത് പൊട്ടത്തരാണ്. കാരണം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഇതിലുണ്ടെങ്കിൽ അതിന് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അതിനെ നീക്കിയേ പറ്റൂ, അതിനെ ഒഴിവാക്കിയേ പറ്റൂ, അതിൽ നിന്ന് നമ്മൾ മുക്തി നേടിയേ പറ്റൂ. ഈ മുക്തി നേടണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. തൗഫീഖ് അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല കിബ്റിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ചെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിൽ നിന്ന് ഈ 4 കാര്യം, ഏത് ഹസദ്, അതേപോലെ തന്നെ ഇസ്തിജാല്, തൂല്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ 4 കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ കുറേയൊക്കെയും അവന് ആഖിറവുമായി ബന്ധപ്പെടാമെന്നാണ് പറയുന്നുള്ളത്. ഏതായാലും ഇതിങ്ങനെ ആയ സ്ഥിതിക്ക് ഇത് എന്താണെന്നും കൂടി നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ. തൽക്കാലം നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.